IBS എന്ന് പറയുന്നത് ഇപ്പോൾ പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അത് കുറേ പേര് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണെന്ന്. സത്യത്തിൽ അതൊരു മാനസിക പ്രശ്നമാണോ? ഇനി അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അതിനുള്ള പ്രോപ്പർ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം IBS എന്നുള്ളത് നമ്മൾക്ക് ഈ പല രീതിയിലാണ് സിംറ്റംസ് വരുന്നത്. ഇപ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകാൻ തോന്നും, ചിലർക്ക് ബാത്റൂമിൽ പോകുമ്പോൾ വളരെ ലൂസായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പോകാൻ തോന്നില്ല, അവിടെ പോയിരിക്കുമ്പോൾ ഒന്നും പോകാനില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം 4-5 തവണ ബാത്റൂമിൽ പോകാൻ തോന്നും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ബാത്റൂമിൽ പോകുന്നത്. അങ്ങനെ പല ഇഷ്യൂസാണ് വരുന്നത്. അതൊരു മാനസിക പ്രശ്നമല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അത് പലരെയും വലിയ ഡിപ്രഷനിലേക്ക് അതുമൂലം വിടുന്നുണ്ട്. അത് 100% സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്ത്, SIBO എന്നൊക്കെ പറയുന്നൊരു കണ്ടീഷനാണ്. അത് നമ്മളുടെ ഡയറ്റിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണ്. 100% നമ്മളുടെ ഡയറ്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പരിഹരിക്കേണ്ട സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർഗ്രോത്താണ് IBSൻ്റെ കാരണം. അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മോഷൻ ക്ലിയർ ആകും. അതുകൊണ്ട് ഈ IBS എന്നുള്ളതൊരു മാനസിക പ്രശ്നമല്ല. സ്ട്രെസ്സ് IBS അഗ്രിവേറ്റ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്നല്ലാതെ IBS പരിഹരിക്കേണ്ടത് ഡയറ്റിലൂടെയും പ്രോട്ടോക്കോളിലൂടെയാണ്. അങ്ങനെ പരിഹരിച്ചാൽ അവർക്ക് IBSൻ്റെ ഇഷ്യൂ നിന്ന് പുറത്തു വരാൻ പറ്റും.